വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടിമ, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി വംശങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മുഗൾ സാമ്രാജ്യമാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു എന്താണ് ലോധി വംശത്തിലെ ദൗലത് ഖാൻ ലോധി നമ്മുടെ ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. അതായത് ലോധി വംശത്തില് ഇബ്രാഹിം ലോധിയുടെ ഗവർണർ ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ദൗലത് ഖാൻ ലോധി. അപ്പൊ ദൗലത് ഖാൻ ലോധി കൽപ്പിച്ചുകൂട്ടി തന്നെ ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ്, കാബൂളിലെ ബാബറെ. അതായത് ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി ക്ഷണിച്ചു വരുത്തുകയാണ്. അങ്ങനെ ഇന്ത്യ ആക്രമിക്കുകയാണ്. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ 1526 ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തെ നമ്മൾ ഒന്നാം പാനിപ്പറ്റ് യുദ്ധം എന്നാ വിളിക്കണം. ആ ഒന്നാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി ആര് തോൽപ്പിക്കുകയാണ്? ബാബർ തോൽപ്പിക്കുകയാണ്. അങ്ങനെ ബാബർ മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമിടുകയാണ്. അങ്ങിൽ മുഗൾ ഭരണം സ്ഥാപിക്കണം. അപ്പൊ ബാബർ നോക്കി നിൽക്കുകയായിരുന്നു, അതായത് ഇന്ത്യ ആക്രമിക്കാനുള്ള ഒരു വഴി നോക്കി നിൽക്കുകയായിരുന്നു ആര്? ബാബർ. അങ്ങനെ ഇന്ത്യ ആക്രമിക്കുകയും മുഗൾ ഭരണം ആര് സ്ഥാപിക്കുകയും ചെയ്തു? ബാബർ സ്ഥാപിക്കുകയും ചെയ്തു കേട്ടോ. അപ്പൊ ബാബറിനെ കുറിച്ച് പഠിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ബാബറിന്റെ ശരിയായിട്ടുള്ള പേര് സഹിറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. എന്താണ് യഥാർത്ഥ നാമം? സഹിറുദ്ദീൻ മുഹമ്മദ്. അപ്പൊ നമുക്ക് മനസ്സിലായി അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹമാണല്ലോ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് മുഗൾ വംശം എന്ന് പറയുന്ന ഒരു വംശം ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ടർക്കിയില് ഫർഗാന എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ജനിക്കണേ. അതുകൊണ്ട് തന്നെ ബാബർ ഏത് വംശജനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർക്കിഷ് വംശജനാണ്. അപ്പൊ ടർക്കിഷ് വംശജനാണ് ബാബർ. ബാബർ ടർക്കിയില് ഫർഗാന എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. ബാബർ വളരെ എന്താ പറയാ പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നല്ല യോദ്ധാവാണ്. അതുപോലെ തന്നെ കവിയാണ്. ഈ ബാബർ എന്ന വാക്കിനൊരു അർത്ഥമുണ്ട്, സിംഹം എന്നാണ്. ബാബർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സിംഹാണ്. സാഹസികനായ മുഗൾ രാജാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയാ? ബാബറിന്റെ പേരാ പറയാ. അപ്പോ എന്താ പറഞ്ഞ നമ്മള്? യോദ്ധാവാണ്. അതുപോലെ തന്നെ യോദ്ധാവായ മുഗൾ ചക്രവർത്തിയാണ്. പണ്ഡിതനായ മുഗൾ ചക്രവർത്തിയാണ്. കവിയായ മുഗൾ ചക്രവർത്തിയാണ്, അല്ലെ? സാഹസികനായ മുഗൾ രാജാവാണ്. സിംഹം എന്നാണ് ബാബർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇത്രയൊക്കെയാണ് ബാബറുമായിട്ട് ബന്ധപ്പെട്ട് ബാബറിന്റെ ഒരു എന്താ പറയാ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത്. ഇനി ബാബർ വളരെ ശക്തിമാനായിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് യുദ്ധങ്ങളിലൊക്കെ വളരെ ഗംഭീരനാവാനുള്ള കാരണം അന്നത്തെ കാലത്ത് ഇന്ത്യയിലൊന്നും പീരങ്കിപ്പട ഉണ്ടായില്ല. അപ്പൊ പീരങ്കിപ്പട ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ച ഭരണാധികാരി ആരെന്നെയാണ്? ബാബറാണ്. അതൊരു ചോദ്യമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പീരങ്കിപ്പട ഉപയോഗിച്ചത് ആരാണ്? ബാബറാണ്. എന്നാൽ റോക്കറ്റ് ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്കറ്റ് ഉപയോഗിച്ചത് ടിപ്പു സുൽത്താനാണെങ്കിൽ ആദ്യമായിട്ട് പീരങ്കിപ്പട ഉപയോഗിച്ചത് ആരാണ്? ബാബറാണ്. വളരെ അപ്പൊ സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല യുദ്ധങ്ങളിലും ജയിക്കുകയുണ്ടായി. അപ്പൊ 1526 ബാബറും ഇബ്രാഹിം ലോധിയും പാനിപ്പറ്റ് യുദ്ധം നടന്ന പോലെ 1527 ബാബറും ഒരു രജപുത്ര രാജാവായ റാണ സംഗയും തമ്മിൽ, ചില ബുക്കുകളിൽ മഹാറാണ സംഗ്രാം സിംഗ് എന്ന് കാണാം, ചിലയിൽ റാണ സംഗ എന്ന് കാണാം. അദ്ദേഹം മേവാറിലെ ഒരു രജപുത്ര രാജാവായിരുന്നു. അദ്ദേഹവുമായിട്ട് 1527 ഒരു യുദ്ധം നടക്കുകയാണ്. അതിനെ നമ്മൾ കന്വ യുദ്ധം എന്ന് പറയും. എന്താണ് കന്യുദ്ധം? ഇതോടുകൂടി മുഗൾ സാമ്രാജ്യം ഇന്ത്യയിൽ ശക്തമാവുകയാണ്. അപ്പൊ മുഗൾ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു, അല്ലെ? അവിടെ മുഗൾ സാമ്രാജ്യം തുടങ്ങാനുള്ള കാരണം, അല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കാനുള്ള കാരണം 1526 ഒന്നാം പാനിപ്പറ്റ് യുദ്ധമാണ്, അല്ലെ? ഇനി അടുത്തത്, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു യോദ്ധാവ് മാത്രമല്ല, അല്ലെങ്കിൽ ധീരൻ മാത്രമല്ല, സിംഹം മാത്രമല്ല, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആളും കൂടിയായിരുന്നു അദ്ദേഹം. കാരണം ഇന്ത്യയില് റോസാപ്പൂ കൊണ്ടുവന്നത് ആര് തന്നെയാണ്? ബാബറാണ് കേട്ടോ. അപ്പൊ എങ്ങനെ ഇന്ത്യയിൽ റോസാപ്പൂ കൊണ്ടുവന്നു? ഉദ്യാന നിർമ്മാണത്തിനൊക്കെ തുടക്കം കുറിച്ചത് ആരാണ്? ബാബറാണ്. അപ്പൊ റോസാപ്പൂ കൊണ്ടുവന്നത് ബാബറാണ്. പീരങ്കിപ്പട കൊണ്ടുവന്നത് ബാബറാണ്, അല്ലെ? ഉദ്യാന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതും ആര് തന്നെയാണ്? ബാബറാണ്. ഇനി ബാബർ ഇത്രയും ശക്തനാവാനുള്ള കാരണം നമുക്കറിയാം. ചെങ്കിസ് ഖാനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, തിമൂറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോ അച്ഛൻ അമ്മ താവഴി നോക്കുമ്പോ അച്ഛന്റെയും അമ്മയുടെയും എന്താ പറയുന്ന മുൻഗാമികളായിരുന്നു ചെങ്കിസ് ഖാനും തിമൂറൊക്കെ. അപ്പൊ അവരുടെ രക്തല്ലേ ആരിൽ എറിഞ്ഞിരിക്കണേ? ബാബറിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും യോദ്ധാവായിട്ടുള്ള ഒരാളാവാനുള്ള കാരണം. ഇനി ഈ ബാബർ ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട്. ബാബറും ജഹാംഗീറും മാത്രമാണ് മുഗൾ സാമ്രാജ്യത്തിലെ പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാരിൽ ആത്മകഥ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ ബാബറിന്റെ ആത്മകഥയുടെ പേര് തുസൂക്കി ബാബറി എന്നാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ബാബറിന്റെ ആത്മകഥ
തുസുക്കി ബാബറി എന്നാണ്. ഈ ആത്മകഥ രചിച്ചേക്കണത് ഏത് ഭാഷയിലാണെന്നും ചോദിച്ചിട്ടുണ്ട്. ചഗാത്തായ് തുർക്കി ഭാഷയിലാണ്. എന്ത് ഭാഷയിലാണ്? ചഗാത്തായ് തുർക്കി ഭാഷയിലാണ് ബാബറിന്റെ ആത്മകഥ കാണപ്പെടുന്നത്. ബാബറിന്റെ ആത്മകഥ തുർക്കി ഭാഷ, ചഗാത്തായ് തുർക്കി ഭാഷ. ഇത് ഇംഗ്ലീഷില് ബാബർ നാമ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, ബാബർ നാമ എന്നാണ്. അപ്പൊ അതാണ് ബാബറിന്റെ ആത്മകഥ. ഈ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇന്ത്യ ആക്രമിക്കാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്, ആക്രമിക്കാൻ വേണ്ടി നോക്കി ഇരുന്നിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്ക് ഇന്ത്യയെയും ഇന്ത്യക്കാരെയും തീരെ ഇഷ്ടമല്ല. അപ്പൊ ഇന്ത്യയെയും ഇന്ത്യക്കാരെയും ഇഷ്ടമല്ല എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് ആരെന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായ ബാബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാമ്പഴം ഇന്ത്യയുടെ വിശിഷ്ട ഫലമാണ് എന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാമ്പഴം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. അത്രയും മാമ്പഴം അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു പഴമായിരുന്നു. പോകുന്നിടത്തെല്ലാം മാവിൻ തൈകളൊക്കെ അദ്ദേഹം ധാരാളം നട്ടിരുന്നു. ബീഹാറിലൊക്കെ മാവിൻ തോട്ടങ്ങളൊക്കെ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിരുന്നു എന്നും നമ്മള് കഥകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഉത്തർപ്രദേശിലെ ഫൈസാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ് ആരാ പണിതത്? ബാബറാണ്. അപ്പൊ ബാബറി മസ്ജിദ് പണിതത് ആരാണ്? ബാബറാണ്. അയോധ്യയിൽ സരയു നദീതീരത്ത് മിർബക്ഷി എന്ന് പറയുന്ന വ്യക്തിയാണ് ബാബറി മസ്ജിദ് പണിതത്. ഇത് ബാബറ പണിതേ നമ്മൾ പറയും, പക്ഷെ ഒരു പണിക്കാരൻ ഉണ്ടാവില്ലേ, അതിന്റെ ഒരു ഡിസൈനർ ഉണ്ടാവില്ലേ, ആരാണ്? മിർബക്ഷിയാണ് അത് പണിതത്. അപ്പോ ശരിക്കും ബാബറി മസ്ജിദ് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ഫൈസാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 92 ഡിസംബർ 6 കേട്ടോ. അന്ന് ആ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് നമ്മുടെ പ്രസിഡന്റ് ശങ്കർ ദയാർ ശർമ്മയും പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. അപ്പൊ ഉത്തർപ്രദേശിലെ CM ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്യാൺ സിംഗ് ആയിരുന്നു. ഇങ്ങനെ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പൊ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ നമ്മൾ നിയോഗിക്കുകയാണ്. ആ കമ്മീഷന്റെ പേര് ലി ബർഹാൻ കമ്മീഷൻ എന്നാണ്. എന്താണ്? ലി ബർഹാൻ കമ്മീഷൻ. അങ്ങനെ അയോധ്യ സംഭവ പശ്ചാത്തലത്തിൽ NS മാധവൻ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കഥ എഴുതുകയുണ്ടായി. ആ കഥയുടെ പേര് തിരുത്ത് എന്നാണ്. തിരുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അയോധ്യ സംഭവ പശ്ചാത്തലത്തിൽ NS മാധവൻ രചിച്ച കൃതിയാണ് ഇത് തിരുത്ത്. അയോധ്യ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? ഒരു രാജ്യത്തിന്റെ, ഏത് രാജ്യം അറിയോ നിങ്ങൾക്ക്? കൊറിയയിൽ അയോധ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൊറിയ എന്ന് പറയുന്ന ജില്ലയുണ്ട്, കേട്ടോ. ഛത്തീസ്ഗഡിലാണ്. എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. അങ്ങനെ 1530 ഡിസംബർ 26 ബാബർ മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാബൂളിലാണ്. എന്താണ്? കാബൂളിലാണ് എന്ത് കാണപ്പെടുന്നത്? ശവകുടീരം കാണുന്നത്. ഇനി അടുത്തത്, ഏറ്റവും കുറവ് കാലം, വളരെ കുറച്ചു കാലം ഇന്ത്യ ഭരിച്ച മുഗൾ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ബാബറിന്റെ പേരാണ് പറയാം. അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ബാബർ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ബാബറിന്റെ മരണശേഷം 23 വയസ്സുള്ള ബാബറിന്റെ മകൻ, അതായത് അദ്ദേഹത്തിന്റെ മകനായ ഹുമയൂണ് അധികാരത്തിൽ വരികയാണ്. അപ്പൊ ബാബറിന്റെ മകന്റെ യഥാർത്ഥ നാമം നസീറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് എന്താ പറയാ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ്. കാരണം എന്തുകൊണ്ടാ? 99% ആൾക്കാരും ഇങ്ങനെ ഒറിജിനൽ നെയിം ഒന്നും പഠിച്ചു വെക്കില്ല. അപ്പൊ നിങ്ങൾ എഴുതരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി PSCക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ എഴുതും അത് കണ്ടാലും. കാരണം നമ്മളിവിടെ പഠിക്കേണ്ടത് നസീറുദ്ദീൻ മുഹമ്മദ് എന്നാണ്. ആരുടെ ശരിക്കുള്ള പേര്? ഹുമയൂണിന്റെ ശരിയായ പേര്. ഹുമയൂണിന്റെ വാക്കിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ഭാഗ്യവാൻ എന്നാണ് ഹുമയൂൺ എന്ന വേർഡിന്റെ അർത്ഥം. പക്ഷേ പാവം ചരിത്രകാരന്മാർ മുഴുവൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് നിർഭാഗ്യവാൻ ഭാഗ്യവാൻ എന്നാണ്. അപ്പൊ ചരിത്രകാരന്മാർ നിർഭാഗ്യവാനായ ഭാഗ്യവാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഹുമയൂണിനെയാണ്. ഹുമയൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭാഗ്യവാൻ എന്നാണ്. ഈ പാവം ഹുമയൂൺ 23 വയസ്സിലൊക്കെ അധികാരത്തിൽ വന്ന ഹുമയൂണിന്റെ പ്രധാന എതിരാളി ആരായിരുന്നു എന്നാ പറയണേ? ഷേർഷാ സുരി എന്ന് പറയുന്ന ആളായിരുന്നു. സുർ വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവായ ഷേർഷാ സുരി ആയിരുന്നു ഹുമയൂണിന്റെ പ്രധാന എതിരാളി. 1539 ഒരു യുദ്ധത്തിൽ ഹുമയൂനെ ഷേർഷയോട് എന്താ പറയുന്നത്, യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ യുദ്ധത്തിന്റെ പേര് ചൗസ യുദ്ധം എന്നാണ്. 1539 ഹുമയൂണും ഷേർഷയും തമ്മിലൊരു യുദ്ധം നടക്കാണ്, ചൗസ യുദ്ധം.
1540 വീണ്ടും ഹുമയൂണും ഷേർഷിയും തമ്മിലൊരു യുദ്ധം നടക്കാണ്, കനൌജ് യുദ്ധം. അപ്പൊ ചൗസ യുദ്ധം 1539, കനൌജ് യുദ്ധം 1540. രണ്ട് യുദ്ധത്തിലും ആര് പരാജയപ്പെടുകയാണ്? ഹുമയൂൺ പരാജയപ്പെടുകയാണ്. നിക്കക്കള്ളി ഇല്ലാണ്ടായിപ്പോ ഹുമയൂൺ ഷേർഷയോട് പരാജിതനായി പേർഷ്യയിലെ അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അഭയം പ്രാപിക്കുകയാണ്. പേർഷ്യയിലെ അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അഭയം പ്രാപിച്ചു. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അദ്ദേഹം നിർഭാഗ്യവാനായ ആയ വ്യക്തിയാണ് എന്നുള്ളത്. ഇനി അങ്ങനെ അമർകോട്ടിൽ അഭയം പ്രാപിച്ചപ്പോൾ നമ്മുടെ അവിടെ ആര് ഭരിക്കാൻ തുടങ്ങി? ഷേർഷ ഭരിക്കാൻ തുടങ്ങി, കുറച്ചെങ്കിൽ കുറച്ചു കാലം. അപ്പൊ ഷേർഷയെ കുറിച്ച് നമുക്ക് പഠിക്കണ്ടേ? ഷേർഷ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ പറഞ്ഞു സുർവംശ സ്ഥാപകനാണ് ഷേർഷ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അല്ലെങ്കിൽ സ്ഥാപകനല്ല, സുർവംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയും സ്ഥാപകനും രണ്ടൊന്നും തന്നെ ആണ്. ഷേർഷ സുർവംശ സ്ഥാപകൻ കൂടിയാണ്. നമുക്ക് ഷേർഷയുടെ സുർവംശം എന്നല്ല പ്രധാനം. നമ്മളോട് ചോദിക്കാറ് ഇന്ത്യൻ നാണയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഷേർഷയാണ്. കൂടാതെ ഇന്ത്യയിൽ റുപ്പിയ എന്ന പേരിൽ നാണയം കൊണ്ടുവന്ന വ്യക്തി ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. 1542 ഇന്ത്യയിൽ റുപ്പിയ എന്ന് പറയുന്ന പേരിൽ നാണയം കൊണ്ടുവന്നതും ആരാണ്? ഷേർഷയാണ്. ഷേർഷയുടെ റുപ്പിയ എന്ന് പറയുന്ന നാണയം വെള്ളി നാണയമാണ് കേട്ടോ. ഇത് കൂടാണ്ട് ഷേർഷ സ്വർണ്ണ നാണയം കൊണ്ടുവന്നുണ്ട്. സ്വർണ്ണ നാണയത്തിന്റെ പേര് മൊഹർ എന്നാണ്. അപ്പൊ ഷേർഷയുടെ സ്വർണ്ണ നാണയം മൊഹർ. ചെമ്പ് നാണയം കൊണ്ടുവന്നത്, ചെമ്പ് നാണയം ദാം. എന്താണ് ദാം? അപ്പൊ ദാം എന്ന് പറയുന്ന ചെമ്പ് നാണയം, മൊഹർ എന്ന് പറയുന്ന സ്വർണ്ണ നാണയം, റുപ്പിയ എന്ന് പറയുന്ന വെള്ളി നാണയം, ഇതൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്ത്യൻ നാണയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുർവംശ സ്ഥാപകനായ ഷേർഷയെയാണ്. ഷേർഷ കുറച്ചു നാളെ ഇവിടെ ഭരിച്ചുള്ളൂ എങ്കിലും ഷേർഷ ഇപ്പൊ നമ്മൾ പറഞ്ഞു 1530, 1539 അല്ലെ, രണ്ട് യുദ്ധത്തില് ആര് പരാജിതനാക്കി? ഹുമയൂണിനെ പരാജിതനാക്കി. 1540 മുതൽ 1555 വരെയുള്ള 15 വർഷം അദ്ദേഹം ഇവിടെ ഭരിക്കുകയാണ്. ആ ഭരിച്ച സമയത്ത് അദ്ദേഹം ഒരു നീതിന്യായ കോടതി ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. ആ നീതിന്യായ കോടതിയെ ദാറുൽ അദാലത്ത് എന്ന് വിളിക്കുന്നു. അപ്പൊ ഷേർഷ ഇവിടെ സ്ഥാപിച്ച നീതിന്യായ കോടതികൾ ദാറുൽ അദാലത്ത് എന്നറിയപ്പെടുന്നു. ഇനി അതുപോലെ തന്നെ സത്രങ്ങളൊക്കെ അദ്ദേഹം പണിതു കേട്ടോ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതിനെ നമ്മൾ സരായി എന്ന് വിളിക്കുന്നു. ഷേർഷയുടെ സത്രങ്ങളാണ് സരായി. ഈ സത്രങ്ങളെ ഷേർഷയുടെ സാമ്രാജ്യത്തിലെ രക്തധമനികൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അപ്പൊ ഷേർഷയുടെ സാമ്രാജ്യത്തിലെ രക്തധമനികൾ എന്നറിയപ്പെടുന്നത് ഷേർഷയുടെ കാലത്ത് അദ്ദേഹം പണിത സത്രങ്ങളാണ്. സത്രങ്ങളെ സാരി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ നീതിന്യായ കോടതികളെ ദാറുൽ അദാലത്ത് എന്ന് വിളിക്കുന്നു. അദ്ദേഹം റുപ്പിയ എന്ന് പറയുന്ന വെള്ളി നാണയം, മൊഹർ എന്ന് പറയുന്ന സ്വർണ്ണ നാണയം, ദാം എന്ന് പറയുന്ന ചെമ്പ് നാണയം ഒക്കെ കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ നാണയങ്ങളുടെ പിതാവ് എന്നും അറിയപ്പെടുന്നു. നമ്മുടെ ഏറ്റവും നീളം കൂടിയ റോഡായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷയാണ്. കൽക്കത്ത മുതൽ അമൃത്സർ വരെ നിലവിലുള്ള NH2 എന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് അഥവാ ലോങ് വാക്ക് അഥവാ സഡക് ഇ അസം, മൂന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷ, സഡക് ഇ അസം നിർമ്മിച്ചത് ഷേർഷ, അതുപോലെ തന്നെ ലോങ് വാക്ക്, അതൊക്കെ വേറെ പേരുകളാട്ടോ. ലോങ് വാക്ക്, സഡക് ഇ അസം, ഗ്രാൻഡ് ട്രങ്ക് റോഡ് എവിടെ തൊട്ട് എവിടം വരെ? കൽക്കത്തയെയും അമൃത്സറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതിനെ NH2 എന്നും വിളിക്കും. അപ്പൊ ഇതൊക്കെ നിർമ്മിച്ചത് ആരാണ്? ഷേർഷാ സൂരിയാണ്. അത് ഓർക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹം എന്താ പറയാ, കുതിരപ്പുറത്തൊക്കെ സഞ്ചരിച്ച് കത്തുകൾ എത്തിക്കുന്ന സംവിധാനം തുടങ്ങിയ ഭരണാധികാരിയും ആരെന്നെയാണ്? ഷേർഷ തന്നെയാണ്. ഇനി 1545 കലിഞ്ചർ കോട്ട കീഴടക്കവേ പൊട്ടിത്തെറിയിൽ അദ്ദേഹം മരിക്കുകയും കൂടെ ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെ പൊട്ടിത്തെറിയിൽ മരിച്ചു. അതായത് അദ്ദേഹം തന്നെ നിന്ന് അദ്ദേഹത്തിന്റെ എന്താ പറയാ ആൾക്കാരോട്, അദ്ദേഹത്തിന്റെ സൈന്യാധിപന്മാരോട് പറയാണ് എന്ത് എന്താ പറയാ വെടിവെക്കാൻ പറയാണ്. പക്ഷെ അതന്നെ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തന്നെ കൊള്ളുക പറയണേ കഥയിലൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശവകുടീരം സസാരം എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? സസാരം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ 1555 കലിഞ്ചർ കോട്ട കീഴടക്കി അദ്ദേഹം മരിച്ചു. ഇനി അടുത്തത് 45 അതിനുശേഷം ഷേർഷയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത ആള് വന്നു, സിക്കന്ദർ ഷാ സൂരി എന്നൊക്കെ പറഞ്ഞ ആളാണ്. അദ്ദേഹത്തെ എളുപ്പത്തിൽ ആർക്ക് തോൽപ്പിക്കാൻ പറ്റി? ഹുമയൂണിന് തോൽപ്പിക്കാൻ പറ്റിട്ടോ. അപ്പൊ ഷേർഷ കഴിഞ്ഞ് പിന്നെ ഷേർഷയുടെ പിന്നത്തെ ഭരണാധികാരികളെ തോൽപ്പിച്ച് 1555 ഇപ്പൊ ആര് വന്നു? ഈ എന്താ പറയുന്നത് ഹുമയൂൺ വീണ്ടും അധികാരത്തിൽ വരികയാണ്. ഈ സുർവംശം 1540 മുതൽ 1555 വരെ കുറച്ച് നാൾ, ഒരു 15 കൊല്ലം ഉണ്ടായിരുന്നു.
ഇനി അങ്ങനെ വീണ്ടും ഹുമയൂൺ അധികാരത്തിൽ വരികയാണ്. ഇനി ഹുമയൂണിന്റെ പ്രത്യേകത ഇന്ത്യയില് എന്താ പറയുന്നത്, നമ്മളിപ്പോ മുഗൾ സാമ്രാജ്യത്തില് ഒരാള് നമ്മൾ ആത്മകഥ എഴുതി എന്ന് പഠിച്ചു. പക്ഷെ ഇദ്ദേഹം ആത്മകഥയൊന്നും എഴുതിയിട്ടില്ല. ഇദ്ദേഹത്തിന്റെ ഒരു ജീവചരിത്രമുണ്ട് ഹുമയൂണിന്റെ. ഹുമയൂൺ നാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്താണ് ഹുമയൂൺ നാമ കേട്ടോ. ഇത് രചിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരിയാണ്, ഗുൽബദൻ ബീഗം എന്നാണ് അവരുടെ പേര്. അപ്പൊ ഹുമയൂൺ നാമ എന്ന് പറയുന്ന ഹുമയൂണിന്റെ ജീവചരിത്രം രചിച്ചത് ഗുൽബദൻ ബീഗാണ്. അപ്പൊ നമുക്കറിയാലോ, അതായത് നമ്മൾ സ്വയം എഴുതുമ്പോഴാണ് അത് ആത്മകഥയാവണം, മറ്റുള്ളവർ എഴുതുമ്പോൾ അത് ജീവചരിത്രവും, അത് നമുക്കറിയാലോ. അങ്ങനെ വളരെ എന്താ പറയാ കഴിവുള്ള ആളായിരുന്നു ഹുമയൂണ്. അദ്ദേഹം ധാരാളം ഭാഷകൾ സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ടുള്ള ആളൊക്കെ ആയിരുന്നു ആര്, ഈ ഹുമയൂൺ കേട്ടോ. ഇനി അടുത്തത് ഹുമയൂണിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹുമയൂണ് പുരാന കിലയുടെ നിർമ്മാണം ആരംഭിച്ച മുഗൾ ഭരണാധികാരിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. പുരാന കിലയുടെ നിർമ്മാണം ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചോ, ഹുമയൂണാണ്. എന്നാൽ പുരാന കിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് ആരാന്ന് ചോദിച്ചോ, ഷേർഷയാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പുരാനക്കിലയുടെ നിർമ്മാണം ആരംഭിച്ചത് ഹുമയൂണും, പുരാനക്കില എന്ന് പറഞ്ഞ കോട്ട, പുരാനക്കിലയുടെ നിർമ്മാണം ആരംഭിച്ചത് ഹുമയൂണും, നിർമ്മാണം പൂർത്തീകരിച്ചത് ആരാണ്, ഷേർഷയാണ്. അത് പഠിക്കും. ഇനി അടുത്തത്, ഇദ്ദേഹം ഒരു ലൈബ്രറി സ്ഥാപിച്ചിട്ടുണ്ടായി. ഹുമയൂണ് വളരെയധികം എന്താ പറയാ ഭാഷകൾ ഇഷ്ടമുള്ള ആള്, അല്ലെങ്കിൽ എന്താ പറയുന്നത് വിദ്യാഭ്യാസം പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അപ്പൊ അതിനുവേണ്ടി പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ലൈബ്രറി പണിയാണ്. ആ ലൈബ്രറിയുടെ പേര് ഷേർമണ്ടൽ എന്നാണ് കേട്ടോ. എന്താണ് ലൈബ്രറിയുടെ പേര്? ഷേർമണ്ടൽ എന്നാണ്. അങ്ങനെ ഷേർമണ്ടൽ എന്ന് പറയുന്ന ലൈബ്രറിയുടെ പടിക്കെട്ടിൽ നിന്ന് വീണ് മരിച്ച ഭരണാധികാരി കൂടിയാണ് ഹുമയൂൺ. അപ്പൊ കുറച്ചു നാളെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും അദ്ദേഹം മരിക്കുകയാണ്, പടിക്കെട്ടിൽ നിന്ന് വീണ് മരിക്കുകയാണ്. അപ്പൊ മനസ്സിലായില്ലേ നമുക്ക്? ആദ്യ അധികാരത്തിൽ വന്നു, എന്താ പറയുന്നത്, ഷേർഷയോട് പരാജിതനായി ഓടിപ്പോണ്ടി വന്നു. രണ്ടാമത് വീണ്ടും വന്നു, അത് കഴിഞ്ഞിട്ട് ഏണിപ്പടിയിൽ നിന്ന് വീണ് മരിച്ച അദ്ദേഹം അല്ലെ. അപ്പൊ അങ്ങനെ നിർഭാഗ്യവാനായ ഭാഗ്യവാനാന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. ഇനി ഇദ്ദേഹത്തിന്റെ ശവകുടീരം ഡൽഹിയിലാണ്. ശവകുടീരം ആരുടെ? ഹുമയൂണിന്റെ ശവകുടീരം കേട്ടോ. ഈ ശവകുടീരത്തിന്റെ ശില്പി മിറാഖ് മിർസ ഗിയാസ് എന്ന് പറയുന്ന ആളാണ്. ആരാണ്? മിറാഖ് മിർസ ഗിയാസ്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തിനാ അത് പറയണേ വെച്ചിട്ടുണ്ടെങ്കിൽ, താജ്മഹലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഈ ഹുമയൂണിന്റെ ശവകുടീരാണ്. അപ്പൊ താജ്മഹലിന്റെ അത്ര കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതിയാണെന്ന് മനസ്സിലാക്കുക. താജ്മഹലിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഹുമയൂണിന്റെ ശവകുടീരാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉദ്യാന നിർമ്മിത ശവകുടീരാണ് ഹുമയൂണിന്റെ ശവകുടീരം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉദ്യാന നിർമ്മിത ശവകുടീരം. മുഗൾ ശൈലിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരക മന്ദിരവും ഹുമയൂണിന്റെ ശവകുടീരാണ്. മുഗൾ ശൈലിയിൽ നിർമ്മിച്ച ആദ്യ സ്മാരക മന്ദിരം 2010 ഒബാമ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ സന്ദർശിച്ചപ്പോ ഹുമയൂണിന്റെ സ്മാരകമൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി ട്ടോ. അപ്പൊ ഇത്രയും നമുക്ക് ആരെ കുറിച്ച് പഠിക്കാനുള്ളൂ? ഹുമയൂണിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അതിനുശേഷം നമ്മൾ വളരെ പ്രശസ്തനായിട്ടുള്ള അടുത്ത ഭരണാധികാരിയെ കുറിച്ച് പഠിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അക്ബർ എന്ന്. അപ്പോ മുഗൾ സാമ്രാജ്യത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായ അക്ബർ 1556 മുതൽ 1605 വരെ ഭരണം നടത്താണ്. 56 മുതൽ 605 വരെ. 1556 കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാം പാനിപ്പറ്റ് യുദ്ധമാണ്. എന്താണ് 1556 പ്രത്യേകത? രണ്ടാം പാനിപ്പറ്റ് യുദ്ധം. തന്റെ 13-ാം വയസ്സില് അക്ബർ എന്താണ് നമ്മുടെ ഹെമുവായിട്ട്, അതായത് ബീജാപ്പൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ മന്ത്രിയാണ് ഹെമു, അദ്ദേഹവുമായിട്ട് യുദ്ധം നടത്തുകയാണ്. ശരിക്കും ഇദ്ദേഹം യുദ്ധം നടത്തിയോ എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം യുദ്ധം നടത്തി എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം 13-ാമത്തെ വയസ്സാണ്. ഇദ്ദേഹത്തിന്റെ സൈന്യാധിപൻ രക്ഷാകർത്താവ് ഒക്കെ ആയിരുന്ന ബൈറാൻ ഖാൻ ആയിരുന്നു മെയിൻ ആയിട്ടും യുദ്ധം നടത്തിയിരുന്നത്. കഷ്ടിച്ച് ഇവര് ആ യുദ്ധത്തിൽ രക്ഷപ്പെടുകയാണ്. അതായത് ആര് ജയിക്കുകയാണ്? മുഗൾ സാമ്രാജ്യം അല്ലെങ്കിൽ അക്ബർ ജയിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അക്ബറിന് വീണ്ടും അടുത്ത വർഷം തന്നെ ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. യുദ്ധത്തിന്റെ പേര് ഗാൽഡിഗഡ് യുദ്ധം എന്നാണ്. ഗാൽഡിഗഡ് യുദ്ധം. അത് അക്ബർ രജപുത്ര രാജാവായ മേവാറിലെ റാണ പ്രതാപുമായി നടത്തിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ആരെന്നെ ജയിച്ചു? അങ്ങനെ അക്ബറിനെ ജയിച്ചു. അങ്ങനെ അക്ബറിന് പിന്നെ വലിയ യുദ്ധങ്ങളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. അത് നമുക്ക് നന്നായി, കാരണം അത്രയും കുറവ് പഠിച്ചാൽ മതിയല്ലോ. 1556 രണ്ടാം പാനിപ്പറ്റ് യുദ്ധം, 1576 ഗാൽഡിഗഡ് യുദ്ധം, ഇത് രണ്ടും അക്ബറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ്. ഈ രണ്ട് യുദ്ധത്തിലും അക്ബർ തന്നെയാണ് ജയിച്ചത്. അക്ബർ ഹെമുവിനെ തോൽപ്പിച്ചത് പാനിപ്പറ്റ് യുദ്ധവും അക്ബർ റാണ പ്രതാപിനെ തോൽപ്പിച്ചത് ഗാൽഡിഗഡ് യുദ്ധമാണ്. ഈ റാണ പ്രതാപിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ പഠിക്കണം. അദ്ദേഹത്തിന്റെ ഒരു കുതിരയുണ്ട്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. റാണ പ്രതാപിന്റെ കുതിരയുടെ പേര് അറിയൂ നിങ്ങൾക്ക്? ചേതക് എന്നാണ് കുതിരയുടെ പേര്. റാണ പ്രതാപിന്റെ കുതിരയുടെ പേര് ചേതക്കാണ്.
കേട്ടോ. അപ്പൊ വേറെ ആരെങ്കിലും ഒക്കെ കുതിരകളെ ചോദിക്കാറുണ്ടോ പരീക്ഷയ്ക്ക്? ചോദിക്കാറുണ്ട്. അലക്സാണ്ടറിന്റെ കുതിരയെ ചോദിച്ചിട്ടുണ്ട്, ബ്യൂസിഫാലസ്. അലക്സാണ്ടറിന്റെ കുതിര ബ്യൂസിഫാലസ്. നെപ്പോളിയന്റെ കുതിര, എന്താണ് നെപ്പോളിയന്റെ കുതിരയുടെ പേര്? മാരൻ കെ ബോണപ്പാർട്ടെ. മാരൻ കെ ബോണപ്പാർട്ടെ. വെല്ലിംഗ്ടന്റെ കുതിര ഹോപ്പൻഹേഗൻ. എന്താണ്? ഹോപ്പൻഹേഗൻ. യൂളിയസ് സീസറിന്റെ കുതിര സിൻസിനാത്തി. എന്താണ്? സിൻസിനാത്തി. അപ്പൊ ആരെ കുതിര പഠിച്ചു? റാണ പ്രതാപിന്റെ കുതിര ചേതക്കാണെന്ന് പഠിച്ചു. അലക്സാണ്ടറിന്റെ കുതിര ബ്യൂസിഫാലസ് ആണെന്ന് പഠിച്ചു. നെപ്പോളിയന്റെ കുതിര മാരൻ കെ ബോണപ്പാർട്ടി ആണെന്ന് പഠിച്ചു. വെല്ലിംഗ്ടന്റെ കുതിര ഹോപ്പൻഹേഗൻ ആണെന്ന് പഠിച്ചു. യൂളിയസ് സീസറിന്റെ കുതിര സിൻസിനാത്തി ആണെന്ന് പഠിച്ചു. അപ്പൊ ഇത്തരം കുതിരകളെ ഒന്ന് ഓർക്കുക കേട്ടോ. അങ്ങനെ അക്ബറിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അതായത് വന്നപ്പോഴേക്കും നമ്മൾ യുദ്ധം പറഞ്ഞല്ലേ. അക്ബർ ശരിക്കും 1542 അമർകോട്ട് എന്ന് പറയുന്ന സ്ഥലത്താട്ടോ അദ്ദേഹം ജനിച്ചത്. പിതാവിനെ നമുക്കറിയാം, ഹുമയൂണാണ് അല്ലെ. അമ്മ ആരാണ്? ഹമീദ ബാനു ബീഗാണ്. ഇനി അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രക്ഷാകർത്താവ് എന്നൊക്കെ വിളിക്കുന്നത് ബൈറാൻ ഖാനെയാണ്. ഇനി അടുത്തത് ഇദ്ദേഹത്തിന്റെ ഒരു സൈനിക തലവനുണ്ട് അക്ബറിന്റെ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അക്ബറിന്റെ സൈനിക തലവൻ മിർ ബക്ഷിയാണ്. ആരാണ്? മിർ ബക്ഷി. റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു. രാജാ തോഡർമാൽ എന്ന് പറയുന്ന ഒരു റവന്യൂ മന്ത്രിയും ആർക്കുണ്ടായിരുന്നു? അക്ബറിനുണ്ടായിരുന്നു. ഇനി അക്ബറിന്റെ എന്താ പറയുന്നത്, റവന്യൂ വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പേരെന്താണെന്ന് നമ്മുടെ SCRT പുസ്തകത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് വസീർ എന്നാണ്. എന്താണ്? വസീർ. ഇനി അപ്പോ റവന്യൂ വിഭാഗം മേധാവി വസീറാണ്. ഇദ്ദേഹത്തിന്റെ മാൻസബ്ദാരി സിസ്റ്റത്തെ കുറിച്ച് ചോദിക്കാറില്ലാത്ത പരീക്ഷയില്ല എന്ന് പറയുന്നതാണ്. അക്ബറിന്റെ സൈനിക സമ്പ്രദായത്തിന് വിളിക്കുന്ന പേരെന്തെന്നാ പരീക്ഷയ്ക്ക് ചോദിക്കാറ്? മാൻസബ്ദാരി സിസ്റ്റം. അക്ബറിന്റെ സൈനിക സമ്പ്രദായത്തിന്റെ പേര് മാൻസബ്ദാരി സിസ്റ്റം എന്നാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു നാണയം ഇറക്കിയിട്ടുണ്ട് കേട്ടോ, സ്വർണ്ണ നാണയം. സ്വർണ്ണ നാണയത്തിന്റെ പേര് മൊഹർ എന്നാണ്. എന്താണ്? സ്വർണ്ണ നാണയം മൊഹർ. ഇനി അതുപോലെ തന്നെ ഇദ്ദേഹം നികുതി സമ്പ്രദായമൊക്കെ കൊണ്ടുവന്നുണ്ട്. പണത്തിന്റെ രൂപത്തിൽ ഇദ്ദേഹം ജനങ്ങളിൽ നിന്ന് വാങ്ങിയിരുന്ന നികുതിയെ സാപ്തി എന്നാണ് വിളിച്ചിരുന്നത്. പണത്തിന്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ നേതൃത്വമല്ല, പണത്തിന്റെ രൂപത്തില് നികുതി വാങ്ങുമ്പോൾ അത് സാപ്തി. ഇനി എന്നാൽ സാധനങ്ങളായിട്ട് നമ്മൾ ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞ പോലെ, അങ്ങോട്ട് സാധനം കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞ പോലെ സാധനങ്ങളായിട്ട് നികുതി കൊണ്ടാൽ മതി. അങ്ങനെ സാധനങ്ങളുടെ രൂപത്തിലുള്ള നികുതിയെ ബദായി എന്നും വിളിക്കുന്നു. അപ്പോ അക്ബറിന്റെ രണ്ട് നികുതി സമ്പ്രദായങ്ങൾ, ഒന്ന് സാപ്തിയും ബദായിയാണ്. സാപ്തി പണത്തിന്റെ രൂപത്തിലുള്ളതാണെങ്കിൽ ബദായി സാധനങ്ങളുടെ രൂപത്തിലുള്ളതാണ്. ഇനി അടുത്തത് അക്ബർ എന്താ പറയുന്നത്, ഒരു മതവിശ്വാസിയായിരുന്നു. പക്ഷെ മതഭ്രാന്തനൊന്നും ആയിരുന്നില്ല. അദ്ദേഹം ഒരു എന്താ പറയുന്നത്, ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ദിൻ ഇലാഹി എന്നാണ് ആ മതത്തിന്റെ പേര്. എന്താണ്? ദിൻ ഇലാഹി എന്നാണ് ആ മതത്തിന്റെ പേര് കേട്ടോ. മതം സ്ഥാപിച്ചു. ആ മതം ഇന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഇല്ല. അന്ന് അത്രയ്ക്കും പ്രശസ്തി ഉണ്ടോർന്നോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കാരണം എന്തുകൊണ്ട്? ആ മതഭ്രാന്തനൊന്നും അല്ലാത്തതുകൊണ്ട് മതം സ്ഥാപിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ മതം സ്വീകരിക്കാൻ ആൾക്കാരെ ആരെയും അദ്ദേഹം നിർബന്ധിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അക്ബറിന്റെ ഈ മതം സ്ഥാപിച്ച പോലെ അദ്ദേഹം ഒരു ആരാധനാലയം, അതായത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു ആരാധനാലയവും സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പേര് ഇബാദത് ഖാന എന്നാണ്. എന്താണ്? ഇബാദത് ഖാന. അത് ഓർക്കണം. അതുപോലെ അദ്ദേഹം ഒരു കലണ്ടർ ആരംഭിച്ചു. ഇലാഹി കലണ്ടർ എന്നാണ് അതിന്റെ പേര്. അപ്പൊ അക്ബർ സ്ഥാപിച്ച കലണ്ടറിന്റെ പേര് എന്താണ്? ആരംഭിച്ച കലണ്ടറിന്റെ പേരെന്താണ്? ഇലാഹി കലണ്ടർ. ഇദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സദസ്സിലെ പ്രധാന വിദൂഷകൻ എന്നൊക്കെ വിളിക്കുന്നത് ബീർബലിനെയാണ്. നമ്മൾ ബീർബൽ കഥകൾ ചെറിയ കുട്ടികളായിരുന്നപ്പോ പഠിച്ചിട്ടില്ലേ? ആ ബീർബൽ ആണ് കേട്ടോ. ഈ ബീർബലിന്റെ ശരിക്കുള്ള പേര് ബീർബൽ എന്നല്ല, മഹേഷ് ദാസ് എന്നാണ്. എന്താണ്? മഹേഷ് ദാസ്. ഇനി കവിപ്രിയ എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീർബൽ ആണ് കേട്ടോ. അപ്പൊ കവിപ്രിയ എന്നറിയപ്പെടുന്ന ബീർബൽ എന്ന മഹേഷ് ദാസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അക്ബറിന്റെ മതം ഉണ്ടല്ലോ, ദിൻ ഇലാഹി മതം, ആദ്യം സ്വീകരിച്ചത് ആരാണ്? ഈ ബീർബൽ ആണ് കേട്ടോ. ഇനി അക്ബറിന്റെ സദസ്സില് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവി ഉണ്ടായിരുന്നു, സൂർദാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു അന്ധനായിട്ടുള്ള കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് സൂർ സാഗർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിന്റെ കാലത്ത് തുളസീദാസ് ഇദ്ദേഹത്തിന്റെ സദസ്സിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഹിന്ദി കവിയാണ് അല്ലെ. രാമചരിതമാനസം ഇപ്പോഴും വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതി തന്നെയാണ് രാമചരിതമാനസം അല്ലെ. അപ്പൊ തുളസീദാസിന്റെ പ്രധാന കൃതിയാണ് രാമചരിതമാനസം. ഇനി അക്ബറിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന മറ്റു രണ്ട് പ്രധാനികൾ ആര്? ഒന്ന് അബ്ദുൾ ഫസലും അടുത്ത അബ്ദുൾ ഫൈസിയും. രണ്ടുപേരെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അക്ബർ നാമ, ഐനി അക്ബറി എന്നീ കൃതികൾ രചിച്ച അക്ബറിന്റെ സദസ്സിൽ ഉണ്ടായിരുന്ന പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അബുൾ ഫസൽ. അബുൾ ഫസലിന്റെ കൃതികൾ ഏതൊക്കെയാപ്പോ? അക്ബർ നാമയും
ഐനി അക്ബറിയും. ഇനി നമ്മുടെ മഹാഭാരതവും അതുപോലെ തന്നെ ലീലാവതിയും. ലീലാവതി എന്താണ്? ഒരു ഗണിത ശാസ്ത്രകൃതിയാണ് ലീലാവതി അല്ലെ. ആ മഹാഭാരതവും ലീലാവതിയും ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അക്ബറിന്റെ സദസ്സിലെ പ്രധാനിയായ അബുൾ ഫൈസിയാണ്. അപ്പൊ അബുൾ ഫൈസി മഹാഭാരതം, ലീലാവതി എന്നിവ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തുവെങ്കിൽ അബുൾ ഫസൽ അക്ബർനാമ, ഐനി അക്ബറി എന്നീ കൃതികൾ രചിക്കുകയുണ്ടായി. ഓർത്ത്. അക്ബറിന്റെ സദസ്സിലെ വളരെ പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ ആരാണ്? താൻസൻ ആണ്. താൻസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. താൻസന്റെ ശരിക്കുള്ള പേരെന്താന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റാം താണു പാണ്ഡെ. എന്താണ് ശരിക്കുള്ള പേര്? റാം താണു പാണ്ഡെ എന്നാണ് ശരിക്കുള്ള പേര്. അദ്ദേഹത്തിന്റെ ശവകുടീരം, ഈ താൻസന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ അറിയോ? ഗ്വാളിയോറിലാണ് കേട്ടോ. എവിടെയാണ്? ഗ്വാളിയോറിലാണ്. ഈ താൻസന്റെയാണ് മേഘമൽഹാർ, ദീപക് തുടങ്ങിയ രാഗങ്ങളൊക്കെ ആരുടെ രാഗങ്ങളാണ്? താൻസന്റെ രാഗങ്ങളാണ്. മേഘമൽഹാർ എന്തിനുള്ളതാ? മഴ പെയ്യിക്കാനുള്ള രാഗമാണ്. ദീപക് രാഗവും ദീപം തെളിയിക്കാനുള്ള രാഗമാണ് ദീപക് രാഗം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് അക്ബറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള അടുത്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വർഷം നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വർഷമാണ്. 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച സമയത്തെ ഇന്ത്യ ഭരിച്ചിരുന്ന ചക്രവർത്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ പറയാ? അക്ബർ ചക്രവർത്തിയാണ് പറയാ. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആരംഭിച്ച സമയത്ത് ആരാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ അക്ബർ പറയണം. മുഗൾ കാലഘട്ടത്തിലെ അഗസ്റ്റൈൻ യുഗം എന്ന് പറയുന്നത് ആരുടെ കാലഘട്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അക്ബറിന്റെ കാലഘട്ടം തന്നെ പറയണം. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു മതഭ്രാന്തനായിരുന്നില്ല, മതവിശ്വാസി മാത്രമായിരുന്നു. എല്ലാ മതസ്ഥരോടും നല്ല ബഹുമാനം കൊടുത്തിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറയാം. സുവർണക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥലം വിട്ടുകൊടുത്ത മുഗൾ ചക്രവർത്തിയാണ്. സുവർണക്ഷേത്രം നിർമ്മിക്കാൻ ആർക്ക്? ഗുരു രാംദാസിന്. അപ്പോ സിഖുകാരനാണ് അദ്ദേഹം അല്ലെ. ആ സുവർണക്ഷേത്രം നിർമ്മിക്കാൻ ഗുരു രാംദാസിന് സ്ഥലം വിട്ടുകൊടുത്ത മുഗൾ ചക്രവർത്തിയാണ് ആര്? അക്ബർ. ഇനി 1562 ജസിയ എന്ന നികുതി നിർത്തലാക്കിയ ഭരണാധികാരി. അപ്പൊ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് കൊടുത്തിരിക്കേണ്ട നികുതിയായിരുന്നു ജസിയ എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. ആ ജസിയ നികുതി ആര് നിർത്തലാക്കി? അക്ബർ നിർത്തലാക്കി. ഇനി അടുത്തത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ. ഞാൻ കേരള ഹിസ്റ്ററി പഠിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, റാൽഫ് വിച്ച് എന്ന് പറഞ്ഞു. ഈ റാൽഫ് വിച്ച് കേരളം സന്ദർശിക്കുകയുണ്ടായി, ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി അല്ലെ. ഇന്ത്യ സന്ദർശിച്ചപ്പോ ആരായിരുന്നു ഇന്ത്യൻ ഭരണാധികാരി? അക്ബർ ആയിരുന്നു. ഇനി ഇന്ത്യയുടെ ദേശീയ ചക്രവർത്തി അല്ലെ. അതുപോലെ മുഗൾ കാലഘട്ടത്തിലെ അഗസ്റ്റൈൻ യുഗം, ധാരാളം കവികളും അങ്ങനെയൊക്കെ ഇദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിരക്ഷരനായ മുഗൾ ചക്രവർത്തി. കുറെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ നിരക്ഷരൻ എന്ന് പറയാൻ കാരണം പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ലല്ലോ. 13 വയസ്സായപ്പോഴേക്ക് അദ്ദേഹം ആരാണ്? രാജാവായി മാറുകയാണ്, അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ പക്ഷേ നിരക്ഷരനാണ് എങ്കിലും ധാരാളം എന്താ പറയാ നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അതായത് കവിയാണ്, അതുപോലെ തന്നെ എന്താ പറയാ പണ്ഡിതനായിട്ടുള്ള വ്യക്തിയാണ്, അങ്ങനെ കുറേയധികം. ഇനി നിർമ്മിതികളുടെ ആളാണ്. നമ്മൾ നിർമ്മിതികളൊക്കെ നമ്മൾ പഠിക്കും, അതിനി പറയാൻ പോവാണ്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇദ്ദേഹം എന്തിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. അതായത് ശൈശവ സമ്പ്രദായ വിവാഹം, സതി, അതുപോലെ തന്നെ ബഹുഭാര്യാത്വം, ഇതിനെയൊക്കെ നിരോധിച്ച വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? അക്ബർ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇദ്ദേഹത്തിന്റെ കാലത്ത് പൊതുജനങ്ങൾക്ക് നേരിട്ട് ചക്രവർത്തിയെ കണ്ട് പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇദ്ദേഹം ഒരുക്കിയിരുന്നു. പൊതുജനങ്ങൾക്കൊന്നും നേരിട്ട് ആരെ കാണാൻ പറ്റില്ല, ചക്രവർത്തിയൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ അതിനുള്ളൊരു അവസരം കൊടുത്തിരുന്നു. ആ സമ്പ്രദായത്തിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? ജരാവോ ദർശൻ എന്നാണ്. അപ്പൊ എന്താണ് ജരാവോ ദർശൻ? അതായത് അക്ബറിന്റെ കാലത്ത് പൊതുജനങ്ങൾക്ക് ചക്രവർത്തിയെ മുഖം കാണിച്ച് നേരിട്ട് പരാതി ബോധിപ്പിക്കാൻ അക്ബർ ചക്രവർത്തി ആരംഭിച്ച സംവിധാനത്തിന്റെ പേരാണ് ജറാവോ ദർശൻ. ക്ലിയർ ആയല്ലോ? അടുത്ത് ശ്രദ്ധിക്കൂ, അക്ബർ മറ്റു മതങ്ങളോടൊന്നും തന്നെ തീരെ എന്താ പറയാ എതിർപ്പൊന്നും ഇല്ലാത്ത ആളായിരുന്നു എന്നുള്ളതിന്റെ അടുത്ത ഉത്തരം ഞാൻ അതിനുള്ള തെളിവ് ഞാൻ പറയാം. അക്ബർ വിവാഹം ചെയ്ത രജപുത്ര ഭാര്യയാണ് ജോധാബായി. ആരാണ്? ജോധാബായി. അപ്പൊ പറയുന്നുണ്ട് അക്ബറിന്റെ ഈ അക്ബറുമായിട്ട് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ജോധാബായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സിനിമയുണ്ട്, ജോധ അക്ബർ എന്ന് പറയുന്ന സിനിമ. അത് സംവിധാനം ചെയ്തത് അശുതോഷ് ഗവാരിക്കർ എന്ന് പറയുന്ന ആളാണ്.
അപ്പൊ നമുക്കറിയാലോ, ഇത്രയും വലിയ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീക്കും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് മനസ്സിലാക്കണത് എന്താണ്, കാശും പണവും പ്രതാപവും യുദ്ധവും സാമർഥ്യവും എല്ലാം ഉണ്ടെങ്കിലും തന്റെ ഭർത്താവ് ഒരു നിരക്ഷരനാണ് എന്ന്. അതൊക്കെ ആ സിനിമയിൽ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇനി അക്ബറിന്റെ ജീവചരിത്രം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് അക്ബറിന്റെ ജീവചരിത്രം എങ്ങോട്ട് തർജ്ജമ ചെയ്തത്? മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എന്നാണ് പറയുന്നത്. ഇനി അക്ബറിന്റെ ശവകുടീരം എവിടെയാ കാണാൻ ചോദിച്ചാൽ സിക്കന്ദ്രയിലാണ്. എവിടെയാണ്? സിക്കന്ദ്ര. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താ വെച്ചാ, അക്ബർ കുറേയധികം നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ നിർമ്മിതികൾ ഏതൊക്കെയാണ്? ലാഹോർ കോട്ട, അലഹബാദ് കോട്ട, ആഗ്ര കോട്ട, പഞ്ച്മഹൽ, ഫത്തേപൂർ സിക്രി, ഇതൊക്കെ നിർമ്മിച്ചത് ആരാണ്? അക്ബറാണ്. ലാഹോർ കോട്ട, അലഹബാദ് കോട്ട, ആഗ്ര കോട്ട അതവിടെ നിൽക്കട്ടെ. എന്താ പഞ്ച്മഹല്? അതായത് അക്ബറിന്റെ കാലത്തില് വിനോദത്തിന് വിശ്രമത്തിന് ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു മന്ദിരത്തിന്റെ പേരാണ് പഞ്ച്മഹൽ കേട്ടോ. അപ്പൊ ലാഹോർ കോട്ട, അലഹബാദ് കോട്ട, ആഗ്ര കോട്ട, പഞ്ച്മഹൽ, ഇത് കൂടാതെ ഫത്തേപൂർ സിക്രി. എന്താ ഫത്തേപൂർ സിക്രി? അക്ബറിന്റെ തലസ്ഥാന നഗരത്തിന്റെ പേരാണ് ഫത്തേപൂർ സിക്രി. തലസ്ഥാന നഗരാണ് ഫത്തേപൂർ സിക്രി. ഈ ഫത്തേപൂർ സിക്രിയുടെ പ്രത്യേകത, ഇതിനെ വിശേഷിപ്പിക്കുന്നത് ചെങ്കല്ലിലെ ഇതിഹാസം എന്നാണ്. എന്താണ്? ചെങ്കല്ലിലെ ഇതിഹാസം. അക്ബറിന്റെ ഗുരു ഉണ്ട്, സലിം ചിസ്തി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഗുരുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും കൂടാതെ ഗുജറാത്ത് കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കും ഒക്കെ ആയിട്ടാണ് ഈ ഫത്തേപൂർ സിക്രി നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഫത്തേപൂർ സിക്രിക്ക് ഒരു പ്രവേശന കവാടമുണ്ട്, അതിന്റെ പേര് ബുലന്ദ് ദർവാസ എന്നാണ്. ഈ ബുലന്ദ് ദർവാസ പണിതതും ആരെങ്ങനെയാണ്? അക്ബർ തന്നെയാണ്. 57 അടി ഉയരമുള്ള ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രവേശന കവാടം എന്ന് അറിയപ്പെടുന്നു. ഏത്? ബുലന്ദ് ദർവാസ. ഇതിനെ ഡ്രീം ഇൻ സ്റ്റോൺ എന്ന് വിളിക്കുന്നു കേട്ടോ. എന്താ വിളിക്കുന്നത്? ഡ്രീം ഇൻ സ്റ്റോൺ. ഏതിനെ? ബുലന്ദ് ദർവാസയെ. ഇത് അദ്ദേഹം ഡെക്കാൻ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്ക് പണിതതായിട്ട് പറയപ്പെടുന്നു. ഇനി ഫത്തേപൂർ സിക്രിയിൽ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്, അതും ഇദ്ദേഹം പണിതു. നമ്മൾ നേരത്തെ ആരാധനാലയം പറയണ്ടായി അല്ലെ? ദീനിലാഹി മതം പറഞ്ഞപ്പോ തന്നെ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു ആരാധനാലയവും ഇദ്ദേഹം പണിയുണ്ടായി. അപ്പൊ ഇത്രയും നിർമ്മിതികളാണ് ആരെ കുറിച്ച് പറയാനുള്ളത്? അക്ബറെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ജഹാംഗീർ ഉണ്ട്, ഷാജഹാൻ ഉണ്ട്, ഔറംഗസീബ് ഉണ്ട്, 3 ആൾക്കാരുണ്ട്. ഈ 3 രാജാക്കന്മാരും പിന്നെ കുറച്ച് എന്താ പറയാ 2-3 പോയിന്റ് വെച്ച് പഠിക്കാനുള്ള 2-3 മുഗൾ ചക്രവർത്തിമാരും കൂടെ കഴിഞ്ഞു കഴിയുമ്പോൾ മുഗൾ സാമ്രാജ്യം അവസാനിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇത് തീരില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ ഒരു ക്ലാസ് കൊണ്ട് കുറച്ചും കൂടെ ലെങ്തി ആവും വീഡിയോ. അപ്പൊ ഇന്ന് ഇവിടെ നിർത്തുകയാണ് ഈ മുഗൾ സാമ്രാജ്യത്തിന്റെ പകുതി ഭാഗം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം കൂടെ നമുക്ക് തീർക്കാം. അങ്ങനെ മുഗൾ സാമ്രാജ്യം തീർക്കാം. മുഗൾ സാമ്രാജ്യം നിങ്ങൾക്ക് മനസ്സിലാവണുണ്ട് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്റെ ക്ലാസ് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പൊ ഞാൻ എന്നും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.